ഏവർക്കും അഡ്വോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അഥവാ പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഭാഗം ഇന്ന് കൃത്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. എന്റെ പേര് അശ്വിൻ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആമുഖം എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടമെടുത്തത് എവിടുന്നാ? നിങ്ങൾക്കറിയാം, ആ ഒരു ആശയം കൊണ്ടുവന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നുമാണ്, അല്ലെ, US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ്. ഇന്ത്യൻ ഭരണഘടന ആരംഭിക്കുന്നത് ഒരു ആമുഖത്തിലൂടെ ആവണം എന്നുള്ള ആശയം കൊണ്ടുവന്നത്. അല്ലാതെ അമേരിക്കൻ ഭരണഘടനയുടെ ആമുഖം അതേപടി ഇന്ത്യയിൽ കൊണ്ടുവന്ന് വെക്കുകയല്ല ചെയ്തത്. പക്ഷെ മറ്റു പല ഭരണഘടനകളും, ഇന്ത്യ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളും അമേരിക്കയുടേതായിട്ടുള്ള ആ ഒരു മോഡല്, അതായത് ഒരു ആമുഖം വെക്കുന്നു, ആമുഖത്തിൽ നിന്നും ഭരണഘടന ആരംഭിക്കുന്നു എന്നുള്ള ആ ഒരു മോഡല്, ആ ഒരു ആശയം എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യ കടം കൊണ്ടിട്ടുണ്ട്. എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നുമാണ്. ഈ ആശയം ഉൾക്കൊള്ളാം എന്ന് നിർദ്ദേശിച്ച വ്യക്തിയാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പറയുന്നു, ആമുഖം വെച്ചിട്ട് വേണം ഇന്ത്യൻ ഭരണഘടന സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് നിർദ്ദേശിച്ച വ്യക്തിയാണ് BN റാവു. BN അല്ല, BN ആണ് കേട്ടോ. BN റാവു ആണ് നമ്മുടെ ഭരണഘടനയുടെ നിയമ ഉപദേഷ്ടാവ്, അല്ലെ. അദ്ദേഹമാണ് പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടന തുടങ്ങുന്നത് ഒരു ആമുഖം വെച്ചിട്ടായിരിക്കണം എന്ന് പറഞ്ഞ വ്യക്തിയാണ് BN റാവു. ആ ആശയം ഏത് രാജ്യത്ത് നിന്നും കൊണ്ടുവന്നു? USA. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയിലെ ഈ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും, ജവഹർലാൽ നെഹ്റു, അല്ലെ. ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്. അതിന് കാരണം എന്താ? ഭരണഘടനാ നിർമ്മാണ സഭ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചു, 1946 ഡിസംബർ മാസം 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു, അല്ലെ. ആ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത്. അതൊക്കെ നമ്മൾ പഠിച്ചാലേ. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഭരണഘടനാ നിർമ്മാണ സഭ പാസ്സാക്കിയതെന്നാ നിങ്ങൾക്കറിയാം, 1947 ജാനുവരി മാസം 22 ജാനുവരി 22, 1947 ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയം പാസ്സാക്കി. ഏതാണ്? നമ്മുടെ നിർമ്മാണ സഭ, ഭരണഘടനാ നിർമ്മാണ സഭ പാസ്സാക്കിയത് ജാനുവരി 22. അത് അവതരിപ്പിച്ചത് 1946 ഡിസംബർ മാസം 13 ആരവതരിപ്പിച്ചു? ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഈ ആമുഖത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ആമുഖത്തിന്റെ ശില്പി എന്നെല്ലാം അറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. കേട്ടോ? ക്ലിയർ അല്ലേ? ഇനി ഈ ആമുഖവുമായി ബന്ധപ്പെട്ട, ആമുഖത്തെ കുറിച്ച് പറയുമ്പോൾ ഇതാണ് ആമുഖം. ആമുഖം കംപ്ലീറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നിന്നും ഉണ്ടാക്കി കൊണ്ടുവന്ന നമ്മുടെ ആമുഖം എങ്ങനെയാണോ അതേപടി ഇവിടെ എഴുതിയിട്ടുണ്ട്. We the people of India having solemnly resolved to constitute India into a sovereign socialist secular democratic republic എന്ന് പറഞ്ഞു തുടങ്ങുന്നത്, അല്ലെ. We the people of India. നമ്മുടെ പവർ, അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ സ്രോതസ്, അധികാരത്തിന്റെ സ്രോതസ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയിലെ ജനങ്ങൾ, അല്ലെ. ഇന്ത്യയിലെ ജനങ്ങളാണ് അധികാരത്തിന്റെ സ്രോതസ് എന്നറിയപ്പെടുന്നത്. വേണമെങ്കിൽ ചോദിച്ചേക്കാം, സോഴ്സ് ഓഫ് പവർ ഗോസ് ടു ആരാണ്? പീപ്പിൾ ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം അധികാരത്തിന്റെ സോഴ്സ് അല്ലെങ്കിൽ അധികാരത്തിന്റെ സ്രോതസ് ആരുടെ കയ്യിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാരതത്തിലെ ജനങ്ങളാണ്. പ്രിയാമ്പിൾ ആരംഭിക്കുന്നത് ഏത് വാചകം വെച്ചിട്ടാണെന്ന് ചോദിച്ചാൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നുള്ള വാചകത്തിലാണ്, ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നുള്ള പേരിലാണ്. എന്നാൽ ഇത് ദൈവനാമത്തിൽ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആവശ്യപ്പെട്ട അത്തരം ഒരു നിർദ്ദേശം കൊണ്ടുവന്ന വ്യക്തിയാണ് HV കമ്മത്ത്. ദൈവനാമത്തിൽ എന്ന് പറഞ്ഞു തുടങ്ങാം, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ വേണ്ട, ദൈവനാമത്തിൽ എന്ന് തുടങ്ങാം എന്ന് നിർദ്ദേശിച്ച വ്യക്തിയാണ് HV കമ്മത്ത്. പക്ഷെ അത് ഏറ്റെടുത്തില്ല ഭരണഘടനാ നിർമ്മാണ സഭ. അവസാനം എന്ത് ചെയ്തു? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? എന്നിട്ട് എന്ത് പറയുന്നു? having solemnly resolved to constitute India into a, ഇതൊന്നും വേണ്ട, sovereign socialist secular democratic republic. ഈ 5 എണ്ണം കാണാപ്പാടം അതേപോലെ പഠിക്കുക. എന്തൊക്കെയാണ്? സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇതിന്റെ മലയാളം വേണം. സോവറിൻ എന്ന് പറയുന്നത് എന്താ? പരമാധികാരം. സോവറിൻ എന്ന് പറയുന്നത് പരമാധികാരമാണ്. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് മറ്റൊരു ബാഹ്യ ശക്തികളുടെയും അണ്ടറിലല്ല, മറ്റൊരു രാജ്യത്തിന്റെയും അണ്ടറിലല്ല. ഇന്ത്യ ഒരു പൂർണ്ണമായും സ്വതന്ത്രമായിട്ടുള്ള രാജ്യമാണ്. ഇന്ത്യയിൽ ഏത് തീരുമാനങ്ങൾ എടുക്കാനും ഇന്ത്യക്കാരാൽ തന്നെയായിരിക്കും എടുക്കുക, അല്ലാതെ മറ്റൊരു രാജ്യം പറയുന്ന തീരുമാനമല്ല ഇന്ത്യ കൈക്കൊള്ളുന്നത്.
സോ അതാണ് പരമാധികാരം അഥവാ സോവറിനിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോവറിൻ ക്ലിയർ ആണല്ലോ. രണ്ടാമത്തെ വേർഡ് എന്താ? സോഷ്യലിസ്റ്റ്. മലയാളത്തിൽ സ്ഥിതി സമത്വം എന്ന് പറയാം. സ്ഥിതി സമത്വം, ഈക്വാലിറ്റിയുടെ ഒരു ഏകദേശം അതുപോലെ സിമിലർ ആയിട്ടുള്ള ഒരു വേർഡാണ് സോഷ്യലിസം. ഇന്ത്യയിലെ സോഷ്യലിസം എന്ന് പറയുന്നത് ജനാധിപത്യ സോഷ്യലിസമാണ്. ജനാധിപത്യ സോഷ്യലിസം, കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം. സോഷ്യലിസത്തിന് ഒരുപാട് വകഭേദങ്ങളുണ്ട്. അത് ഇന്ത്യയിലെ കൊണ്ടുവന്നിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസമോ സ്റ്റേറ്റ് സോഷ്യലിസമോ അല്ല. ഇന്ത്യയിൽ വന്നിട്ടുള്ളത് എന്ത് സോഷ്യലിസമാണ്? ജനാധിപത്യ സോഷ്യലിസമാണ്. അതായത് സമ്പദ് വ്യവസ്ഥയും ഇന്ത്യയിലെ ജനങ്ങളുടെ വരുമാനത്തിന്റെ കാര്യത്തിലും അതുപോലെ ജീവിത നിലവാരത്തിന്റെ കാര്യത്തിലും തുല്യത കൊണ്ടുവരണം എന്നാണ് ഈ സോഷ്യലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജീവിത നിലവാരത്തിലെ തുല്യത, സാമ്പത്തികാവസ്ഥയിലെ വരുമാനത്തിലെ തുല്യത, ഇതെല്ലാം കൊണ്ടുവരിക എന്നുള്ളതാണ് സോഷ്യലിസത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. പൂർണ്ണമായും നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല. അതായത് എക്കണോമിക്കൽ ഡിസ്പാരിറ്റി എന്നൊക്കെ പറയും. അതായത് നമുക്കറിയാം വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാരിലാണ് ഇന്ത്യയിലെ സമ്പത്തിന്റെ ഭൂരിഭാഗം സമ്പത്തും കുമിഞ്ഞുകൂടിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം അല്ലെ. അതില്ലാതാക്കി എല്ലാവരും തുല്യതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് സോഷ്യലിസത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ കംപ്ലീറ്റ്ലി പ്രാവർത്തികമാകാൻ ബുദ്ധിമുട്ടാണ്. എങ്കിൽ കൂടിയും നിങ്ങൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കി വെക്കുക കേട്ടോ. സോവറിൻ, സോഷ്യലിസ്റ്റ്, രണ്ട് വേർഡുകളൊക്കെ ആണല്ലോ. സെക്യുലർ എന്ന് പറയുന്നത് മതേതരത്വം. നിങ്ങൾക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു സ്റ്റേറ്റ് സ്പോൺസേഡ് മതമില്ല. ഇന്ത്യക്ക് സ്വന്തമായിട്ട് എന്തില്ല? ഒരു മതമില്ല. എന്നാൽ ഭാരതത്തിലെ ജനങ്ങൾക്ക്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാം, അത് പ്രൊപ്പഗേറ്റ് ചെയ്യാം, അത് വളർത്താം, എല്ലാത്തിനുള്ള അധികാരങ്ങളും കൊടുക്കുന്നു. അതായത് എല്ലാ മതങ്ങളെയും തുല്യമായി ബഹുമാനിച്ചുകൊണ്ട്, എന്നാൽ രാജ്യത്തിന് സ്വന്തമായിട്ടൊരു മതമില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഇന്ത്യയിലെ മതേതരത്വത്തിന്റെ മീനിങ്. അല്ലാതെ മതങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു രീതിയല്ല ഇന്ത്യയിലെ സെക്യുലാരിസം. ഇന്ത്യയിലെ സെക്യുലാരിസം എന്താണ്? എല്ലാ മതങ്ങൾക്കും തുല്യമായിട്ടുള്ള ബഹുമാനം കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ രാജ്യത്തിന് സ്വന്തമായിട്ടൊരു മതമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന സെക്യുലാരിസമാണ് ഇന്ത്യയിലെ സെക്യുലാരിസം, മതേതരത്വം. ക്ലിയർ ആണല്ലോ. അടുത്തത് എന്താ? ഡെമോക്രാറ്റിക്. അത് നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയുന്നതാണ്. ഡെമോക്രാറ്റിക് അഥവാ ജനാധിപത്യം എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഭരിക്കുന്ന ഒരു ഭരണ രീതിയെ എന്ന് പറയുന്നു ഡെമോക്രാറ്റിക് എന്ന് പറയുന്നു, ജനാധിപത്യം എന്ന് പറയുന്നു. ചെറിയ ക്ലാസ്സുകൾ മുതൽ പഠിക്കുന്നതാണ് അല്ലെ. അടുത്തത് റിപ്പബ്ലിക്. റിപ്പബ്ലിക് എന്താ? അതിന്റെ ഡെഫിനിഷൻ പണ്ട് PSC കൃത്യമായി ചോദിച്ചിട്ടുണ്ട്. റിപ്പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ അധികാരിയെ, രാജ്യത്തിന്റെ എന്താണ്, ഇന്ത്യയിലാണെങ്കിൽ പ്രസിഡന്റ് അല്ലെ, അതിന്റെ നേതാവിനെ, ഒരു രാജ്യം ആ രാജ്യത്തിന്റെ നേതാവിനെ, നേതൃത്വത്തിലുള്ള വ്യക്തിയെ ആ രാജ്യത്തിലെ ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ ഒരു കൃത്യമായ കാലയളവിലേക്ക് തെരഞ്ഞെടുക്കുകയാണെങ്കിൽ അത്തരം രാജ്യങ്ങളെ റിപ്പബ്ലിക് എന്ന് വിളിക്കാം. അതായത് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ഒരു രാജ്യം, ആ രാജ്യത്തിന്റെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയും. ആ സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിച്ച രാഷ്ട്രം എന്നുള്ള അർത്ഥമാണ്. ഒരു രാഷ്ട്രത്തിന്റെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റിനെ അവിടുത്തെ ജനങ്ങൾ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, നേരിട്ടോ അല്ലാതെയോ ഒരു കൃത്യമായ ഇടവേളയിലേക്ക് തെരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അത്തരം രാജ്യത്തെ റിപ്പബ്ലിക് എന്ന് വിളിക്കാം. ഇതല്ലാത്ത രാജ്യങ്ങളൊന്നും റിപ്പബ്ലിക് അല്ല എന്നും പറയാം അല്ലെ. കാരണം എന്താ? ഇപ്പൊ ഒരു ഹെഡ് ഓഫ് ദ സ്റ്റേറ്റിനെ ഒരു നിശ്ചിത കാലയളവിലേക്ക് തെരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞു. അല്ലെങ്കിലോ നിശ്ചിത കാലയളവിലേക്ക് അല്ലാതെ കാലാകാലങ്ങളായിട്ട് അയാൾ മരിക്കുന്നവരെ ആള് തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനാധിപത്യം അല്ല, അല്ലെങ്കിൽ റിപ്പബ്ലിക് അല്ല അല്ലെ. റിപ്പബ്ലിക് എന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല ഇയാളെ തെരഞ്ഞെടുക്കുന്നതായിരിക്കണം ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, അല്ലാതെ ഹെറിഡിറ്ററി ആയിട്ട് ഞാൻ പ്രസിഡന്റ് ആയി ഇന്ത്യയുടെ, എന്റെ മകൻ ഇനി അടുത്ത പ്രസിഡന്റ്, അത് അവരുടെ മകൻ അടുത്ത പ്രസിഡന്റ്, അങ്ങനെയാണെങ്കിൽ അതും റിപ്പബ്ലിക് അല്ല. സോ അവിടുത്തെ ജനങ്ങൾ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി തെരഞ്ഞെടുക്കണം. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കണില്ല. ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ ആരാ? ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ പ്രസിഡന്റ് ആണ്, അല്ലെങ്കിൽ രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയെ നമ്മളെല്ലാവരും വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നുണ്ടോ? ഇല്ല. ദാറ്റ് മീൻസ് നമ്മൾ ഡയറക്ട്ലി അല്ല, നേരിട്ട് തെരഞ്ഞെടുക്കുന്നില്ല, പകരം ഇൻഡയറക്ട്ലി അല്ലെ. നമ്മളാണെങ്കിൽ നമ്മുടെ MLA-മാര്, അല്ലെങ്കിൽ നമ്മൾ ജയിപ്പിച്ച MP-മാര് അല്ലെ. അപ്പൊ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് നമ്മുടെ പ്രതിനിധികളായിട്ടുള്ള MLA-മാരും MP-മാരും ചേർന്നാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിലെ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്, അതായത് ഇന്ത്യയുടെ രാഷ്ട്രത്തലവനെ തെരഞ്ഞെടുക്കുന്നത്. വിച്ച് മീൻസ് നമ്മൾ ഇൻഡയറക്ട്ലി എന്ത് ചെയ്യുന്നു? നമ്മുടെ രാഷ്ട്രത്തലവനെ തെരഞ്ഞെടുക്കുന്നു ഫോർ എ ഡെഫിനിറ്റ് പീരീഡ് അല്ലെ, ഒരു 5 വർഷത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ തെരഞ്ഞെടുക്കുന്നു. സോ ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി. ക്ലിയർ അല്ലേ? സോ ഇന്ത്യ സോവറിൻ ആണ്, അതായത് പരമാധികാര രാജ്യമാണ്, സ്ഥിതി സമത്വ രാജ്യമാണ്, സോഷ്യലിസ്റ്റ് ആണ്, സെക്യുലർ ആണ്, മതേതരത്വമാണ്, ഡെമോക്രാറ്റിക് ആണ്, അതായത് ജനാധിപത്യ രാജ്യമാണ്, റിപ്പബ്ലിക് ആണ്. റിപ്പബ്ലിക്കിന്റെ മലയാളം റിപ്പബ്ലിക് എന്ന് തന്നെയാ പറയാറുള്ളൂ കേട്ടോ.
അപ്പൊ ഇത്രയുമാണെന്ന് മനസ്സിലായല്ലോ. ഇത് കൂടാതെ പ്രിയാമ്പിളിനകത്ത് എന്തൊക്കെ പറയുന്നുണ്ട്? ജസ്റ്റിസ്, നീതി. ഏത് ടൈപ്പ് ഓഫ് നീതിയെ കുറിച്ചാണ് പറയുന്നത് പ്രിയാമ്പിളിനകത്ത്? സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. സോഷ്യൽ, സാമൂഹിക നീതി. 3 തരം നീതിയെ കുറിച്ച് പറയുന്നു. ഇത് വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ട് ചോദിക്കാം. താഴെ പറയുന്ന ഏതെല്ലാം തരത്തിലുള്ള നീതിയെ കുറിച്ചാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്നത്? ഏതെല്ലാം നീതികളാ? സാമൂഹിക നീതി, സോഷ്യൽ. എക്കണോമിക്, സാമ്പത്തിക നീതി, സാമ്പത്തിക നീതി. രാഷ്ട്രീയ നീതി, രാഷ്ട്രീയ നീതി, പൊളിറ്റിക്കൽ ജസ്റ്റിസ്. അപ്പൊ 3 തരം ജസ്റ്റിസ് ആണ്: സോഷ്യൽ ജസ്റ്റിസ്, എക്കണോമിക് ജസ്റ്റിസ് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. 3 തരം നീതികളെ കുറിച്ചാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നത്. സോഷ്യൽ ജസ്റ്റിസ്, എക്കണോമിക് ജസ്റ്റിസ്, പൊളിറ്റിക്കൽ ജസ്റ്റിസ്. സാമൂഹിക നീതി, പിന്നെ സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി. പഠിച്ചു വയ്ക്കാം. ദെൻ ഈ അടുത്ത് പറയുന്നത് ലിബർട്ടി ആണ്. ലിബർട്ടി, സ്വാതന്ത്ര്യം. ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. അതായത് സ്വാതന്ത്ര്യമാണ്. എന്തിനുള്ള സ്വാതന്ത്ര്യ? എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യം. നമുക്ക് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം, അല്ലെ? നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, നമുക്ക് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം, നമുക്ക് എല്ലാത്തിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നൽകുന്നു എന്ന് എവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്? നമ്മുടെ ആമുഖത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കണ്ടോ? നമ്മുടെ ഭരണഘടനയുടെ ഉള്ളിൽ പറയുന്ന പല കാര്യങ്ങളിലേക്കും ഉള്ള ഒരു താക്കോലാണ് എന്ത്? ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഭരണഘടനയുടെ ഉള്ളിലേക്കുള്ള ഒരു താക്കോൽ. അതുകൊണ്ട് ഇതിനെയൊക്കെ എന്ന് പറയും നമ്മള് ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കുന്നു, അല്ലെ? പ്രിയാമ്പിളിനെ എന്ത് വിളിക്കുന്നു? ഹൃദയവും ആത്മാവും എന്ന് വിളിക്കുന്നു. ആരാ വിളിച്ചേ? ഠാക്കൂർദാസ് ഭാർഗവ. ഠാക്കൂർദാസ് ഭാർഗവ പറഞ്ഞു നമ്മുടെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് നമ്മുടെ ആമുഖം എന്ന് പറഞ്ഞു. കുറെ വിശേഷണങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, നമുക്ക് പതുക്കെ പഠിക്കാം കേട്ടോ. സോ ലിബർട്ടി, ക്ലിയർ അല്ലേ? സ്വാതന്ത്ര്യം. അടുത്ത പോയിന്റ് ഈക്വാലിറ്റി, സമത്വം. സമത്വം, ഈക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി, അല്ലെ? തുല്യ അവസര സമത്വം. അതുപോലെ ആൻഡ് ടു പ്രൊമോട്ട് എമംഗ് ദം ഓൾ, എല്ലാവരും തുല്യമായിട്ട് കാണും. ആ തുല്യതയെ കുറിച്ചും പറയുന്നു. അപ്പൊ ഞാൻ പറയുന്ന പോയിന്റുകൾ മാത്രം കൃത്യമായിട്ട് പഠിക്കട്ടെ. എന്തൊക്കെ പഠിക്കാൻ പറഞ്ഞേ? സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ജസ്റ്റിസ് ഉണ്ട്. ജസ്റ്റിസ് ഏതൊക്കെ തരത്തിലുള്ള ജസ്റ്റിസാ? സോഷ്യൽ ഉണ്ട്, എക്കണോമിക് ഉണ്ട്, പൊളിറ്റിക്കൽ ഉണ്ട്. ലിബർട്ടി പഠിക്കാം, ഈക്വാലിറ്റി പഠിക്കാം. പിന്നെ പറയുന്ന പോയിന്റ് ആണ് ഫ്രട്ടേണിറ്റി, സാഹോദര്യം. ഇന്ത്യയിലെ ഒരു സാഹോദര്യം നിലനിർത്തണം എന്ന് പറയുന്നു. അഷ്യൂറിംഗ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ. എല്ലാവരുടെയും ഡിഗ്നിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? നമ്മൾ അഷ്വർ ചെയ്യണം എന്ന് പറയുന്നത്, അതായത് പ്രൊട്ടക്ട് ചെയ്യണം. അതായത് മറ്റൊരാളോട് നമ്മൾ ഒരിക്കലും വെറുതെ കയർന്ന് സംസാരിക്കരുത്. എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ് എന്ന തരത്തിലാണ് നമ്മുടെ പെരുമാറ്റ രീതികൾ എന്ന് പോലും എവിടെ പറയുന്നു? ആമുഖത്തിൽ പറയുന്നു, അല്ലെ? എത്ര ബൃഹത്തായിട്ടുള്ള ആശയങ്ങളാണ് പറയുന്നത്. ആൻഡ് ദ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദ നാഷൻ. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ യൂണിറ്റിയും അതുപോലെ തന്നെ ഇന്റഗ്രിറ്റിയും അഖണ്ഡതയും, അല്ലെ? ഇതെല്ലാം കാത്തു സൂക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ് എന്നെല്ലാം എവിടെ പറഞ്ഞു വെക്കുന്നു? നമ്മുടെ പ്രിയാമ്പിളിൽ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്താണ് അവിടെ? ഫ്രട്ടേണിറ്റി, സാഹോദര്യം എന്ന് പറയുന്ന പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദ നാഷൻ എന്നുള്ള പോയിന്റും നോട്ട് ചെയ്ത് വെക്കുക. ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. ഇതാണ് ഇത്രയേ ഉള്ളൂ പ്രിയാമ്പിള്. പ്രിയാമ്പിളിന്റെ അവസാന പാരഗ്രാഫിന് എന്താ പറയുന്നത്? ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ദിസ് 26th day of November 1949 എന്നാണ്. 1949 നവംബർ 26. അതിന്റെ പ്രത്യേകത നിങ്ങൾ ഓൾറെഡി പഠിച്ചതാ, അല്ലെ? എന്താ പ്രത്യേകത? അന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റഡ് ആൻഡ് ഇനാക്റ്റഡ്. ഡു ഹിയർ ബൈ അഡോപ്റ്റ്, ഇനാക്ട് ആൻഡ് ഗിവ് ടു അവർസെൽഫ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ വർക്കുകളെല്ലാം തീർന്ന അഡോപ്റ്റ് ആൻഡ് ഇനാക്റ്റഡ് ഓൺ എന്നാണെന്ന് ചോദിച്ചാൽ എന്നാണ് അത് നിലവിൽ വരുന്നത്? നിലവിൽ വന്ന ഡേറ്റ് അല്ല. നിലവിൽ വന്ന ഡേറ്റ് January 26, 1950 എങ്കിൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയെ പാസ്സാക്കിയ ആ തീയതി എന്നാണെന്ന് ചോദിച്ചാൽ November 26, 1949. അന്നാണ് ഭരണഘടനാ ദിനം, അന്നാണ് നിയമദിനം. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാം. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രിയാമ്പിള് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. പ്രിയാമ്പിള് നല്ല രീതിയിൽ 4-5 പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഞാൻ ഇനി കുറച്ച് പോയിന്റുകളിലേക്ക് കടന്നു. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അന്നു മുതലേ ഉള്ള ഒരു ചർച്ചയായിരുന്നു നമ്മുടെ ആമുഖം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഭാഗമാണോ അല്ലയോ, ഭരണഘടനയുടെ ഭാഗമാണോ അല്ലയോ എന്നുള്ള സംശയം. അപ്പോഴാണ് പിന്നീട് ഭാവിയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷം 5-10 വർഷങ്ങൾക്ക് ശേഷം കോടതിയിൽ എന്ത് ചെയ്യുന്നു? ഈ ചർച്ച വരാൻ തുടങ്ങി. ഈ ചർച്ച കോടതിയിലേക്ക് എത്തി. എന്തുകൊണ്ടാണെന്നറിയോ ആ ചർച്ച വരാൻ കാരണം? നമ്മുടെ ആർട്ടിക്കിൾ 368 നിങ്ങൾ പിന്നീട് പഠിക്കും. ആർട്ടിക്കിൾ 368ന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇന്ത്യൻ ഭരണഘടനയിലെ ഏതൊരു ഭാഗത്തെയും ഭേദഗതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ് അനുച്ഛേദം 368, ആർട്ടിക്കിൾ 368. അപ്പൊ ഭരണഘടനയിൽ എന്താണ് ഭേദഗതി ചെയ്യാൻ പറ്റുക? ഭേദഗതി ചെയ്യാൻ പറ്റുന്ന ആർട്ടിക്കിൾ 368 പ്രകാരം ഭരണഘടനയുടെ ഏതൊരു ഭാഗത്തെയും എന്ത് ചെയ്യാം? ഭേദഗതി ചെയ്യാം. അതിന് കുറെ കണ്ടീഷൻസ് ഉണ്ട്. പക്ഷെ ഏത് ഭാഗത്തെയും ഭേദഗതി ചെയ്യാം എന്നാണ് പറഞ്ഞിരുന്നത്.
അപ്പോഴാണ് കോടതിയുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു ചോദ്യം, ആമുഖം അമെൻഡ് ചെയ്യാൻ പറ്റുമോ, ആമുഖം ഭേദഗതി ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? ഭേദഗതി ചെയ്യാൻ പറ്റണമെങ്കിൽ എന്താവണം? ആർട്ടിക്കിൾ 368 പ്രകാരം ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാവണം. അപ്പോൾ സംശയം എന്താണ്? ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണോ അല്ലയോ? ഭാഗമാണെങ്കിൽ അമെൻഡ് ചെയ്യാം, അല്ലെ, ഭേദഗതി ചെയ്യാം. ഭാഗമല്ലെങ്കിൽ ഭേദഗതി ചെയ്യാൻ പറ്റില്ലല്ലോ. സോ അങ്ങനെ ഒരു ചോദ്യം വരുന്നു. എവിടെയാ വരുന്നേ? ബെറുബാറി കേസ്. എന്താണ്? ബെറുബാറി കേസിനകത്ത്, ബെറുബാറി യൂണിയൻ കേസ് എന്നറിയപ്പെടുന്ന 1960 വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കേസാണ്. അത് സാധാരണ കോടതിയിലുള്ള റിട്ട് കേസോ അല്ലെങ്കിൽ നോർമൽ ആയിട്ട് ഒരു കക്ഷി കൊടുത്തുള്ള കേസോ ഒന്നും അല്ല. ഇതിനെ സാധാരണഗതിയിൽ റീ ബെറുബാറി എന്നായിരിക്കും കാണുക പലയിടത്തും. റീ ബെറുബാറി എന്നായിരിക്കും കാണുക. ബെറുബാറി എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ പേരാണ്. അതായത് അതിന്റെ ഒരു ചരിത്രം ഞാൻ പറഞ്ഞുതരാം. യെസ്, ഇതുവരെയും ചോദിച്ചിട്ടൊന്നുമില്ല, വേണമെങ്കിൽ ചോദിച്ചാലോ, നിങ്ങളുടെ മനസ്സിൽ ഓർത്ത് വെച്ചോളൂ കേട്ടോ. നമ്മുടെ ലക്ഷ്മികാന്തിന്റെ പുസ്തകത്തിനകത്തൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. 1958 വർഷം ഏതാ? ഈ കേസിന് 2 വർഷം മുമ്പ് 1958 ഇന്തോ പാക് എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ലാൻഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു, ഇന്തോ പാക് എഗ്രിമെന്റ്. ആ എഗ്രിമെന്റിന്റെ നിയമസാധുതയെ കുറിച്ച് അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് എന്ത് ചെയ്യുന്നു? സുപ്രീം കോടതിയിലെ ഒരു റെഫറൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു റെഫറൻസിന് കൊടുക്കുന്നു. ആർട്ടിക്കിൾ 143 അനുച്ഛേദം 143 സുപ്രീം കോടതിയും ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ടുള്ള ഭാഗമാണ് ആർട്ടിക്കിൾ 143. അതിനകത്ത് ഇന്ത്യൻ പ്രസിഡന്റിന്റെ അഡ്വൈസറി ജൂറിസ്ഡിക്ഷനെ കുറിച്ചാണ് പറയുന്നത്. അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്താ? അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഇന്ത്യൻ പ്രസിഡന്റിനെ ഏതെങ്കിലും ഒരു വിഷയത്തിനകത്ത് എന്തെങ്കിലും നിയമപരമായിട്ടുള്ള സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ആരോട് ചോദിക്കാം? സുപ്രീം കോടതിയോട് ചോദിക്കാം. മനസ്സിലായോ? അതിനെയാണ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. അതൊരു റെഫറൻസ് ആയിട്ട് കണക്കാക്കപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി അതിനകത്ത് ഒരു തീരുമാനം ആർക്ക് എടുത്തു കൊടുക്കും? പ്രസിഡന്റിന് എടുത്തു കൊടുക്കും. സോ ദാറ്റ് റെഫറൻസിന്റെ ആറിയാണ് റീ ബെറുബാറി, റെഫറൻസ് ഇൻ ബെറുബാറി കേസ്. മനസ്സിലായോ? സോ പലപ്പോഴും നിങ്ങൾ ബെറുബാറി കേസ് മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. ബെറുബാറി യൂണിയൻ കേസ് 1960 സുപ്രീം കോടതി എന്ത് തീരുമാനിച്ചു എന്നറിയോ? ആമുഖം എന്ന് പറയുന്നത് എന്തല്ല? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമല്ല. സോ ഇറ്റ് കാനോട്ട് ബി അമെൻഡഡ്. ഇത് അമെൻഡ് ചെയ്യാൻ പറ്റില്ല, ഭേദഗതി വരുത്താൻ പറ്റില്ല. ക്ലിയർ ആയോ? അതായത് ഭാഗമാണെങ്കിൽ ഭേദഗതി വരുത്താം, ഭാഗമല്ല അപ്പൊ ഭേദഗതി വരുത്താൻ പറ്റില്ല എന്ന് ആര് പറഞ്ഞു? ബെറുബാറി യൂണിയൻ കേസ് 1960 സുപ്രീം കോടതി പറഞ്ഞു. അതുകൂടാതെ സുപ്രീം കോടതി പറഞ്ഞു, ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സറിയാനുള്ള താക്കോലാണ് നമ്മുടെ ആമുഖം എന്ന് പറഞ്ഞു വെച്ച ഒരു കേസ് കൂടിയാണ് റീ ബെറുബാറി കേസ്. അതായത് ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സറിയാനുള്ള താക്കോലാണ് ആമുഖം എന്ന ബെറുബാറി കേസിലാണ് പറയുന്നത്. ആര് പറഞ്ഞു? സുപ്രീം കോടതി പറഞ്ഞു. ഇവിടെ നിന്നില്ല, പിന്നീട് അടുത്തൊരു കേസ് വരുന്നു, വെരി ഫേമസ്, ഇന്ത്യയിൽ ഏറ്റവും വലിയ ഫേമസ് ആയിട്ടുള്ള കേസ്. 13ഓളം ജഡ്ജസ് ഇരുന്നുകൊണ്ട് 700ഓളം പേജുകളുള്ള ജഡ്ജ്മെന്റ് എഴുതിയ ഒരു കേസാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1973. 1973 ഇന്ത്യയിലെ കേരളത്തിലെ ലാൻഡ് റിഫോംസ് ആക്ടുമായി ബന്ധപ്പെട്ട് കേശവാനന്ദ ഭാരതി എന്ന് പറയുന്ന വ്യക്തി കൊടുത്ത കേസാണ്. ഒരു റിട്ട് പെറ്റീഷൻ ആയിരുന്നു കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1973. ഈ കേസിനകത്ത് സുപ്രീം കോടതി വലിയൊരു തീരുമാനം എടുത്തു. ദാറ്റ് തീരുമാനം ഈസ് നോൺ ആസ് ഡോക്ട്രിൻ ഓഫ് ബേസിക് സ്ട്രക്ചർ. എന്താണ് ഡോക്ട്രിൻ ഓഫ് ബേസിക് സ്ട്രക്ചർ? അതിന്റെ മലയാളം എന്താ? ബേസിക് സ്ട്രക്ചർ തിയറി. അങ്ങനെ തന്നെ പറയുള്ളൂ. അതിന് മലയാളം എന്നൊന്നും പറയാനൊന്നുമില്ല. മലയാളം തന്നെ ബേസിക് സ്ട്രക്ചർ. അതായത് ആ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗവും പാർലമെന്റിന് ഭേദഗതി വരുത്താം ആർട്ടിക്കിൾ 368 പ്രകാരം, പ്രൊവൈഡഡ് എല്ലാ ഭാഗവും വെറുതെ കൂടെ ഭേദഗതി വരുത്തല്ല ചെയ്യട്ടെ. ആ ഭേദഗതി വരുത്തുന്ന ഭാഗം ഒരിക്കലും ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ മാറ്റാൻ പാടില്ല. മനസ്സിലായോ? ഭേദഗതി വരുത്തിയതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ മാറാൻ പാടില്ല എന്ന് പറഞ്ഞ കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. അപ്പൊ അവിടെ എന്ത് പറഞ്ഞറിയോ? ഈവൻ ഇൻക്ലൂഡിങ് ഏതും കൂടിയും ആമുഖവും വേണമെങ്കിൽ ഭേദഗതി വരുത്താം. Preamble is also the part of the constitution, integral part of the constitution എന്നാ പറയുന്നത്. അത് വളരെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ഭാഗമാണ് ആമുഖവും ആർട്ടിക്കിൾ 368 പ്രകാരം ഭേദഗതി ചെയ്യാം. പക്ഷേ നിങ്ങൾ ചിന്തിക്കണം, അത് ഭേദഗതി വരുത്തുമ്പോൾ ഒരിക്കലും ബേസിക് സ്ട്രക്ചർ മാറാൻ പാടില്ല. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ആ നിർമ്മാതാക്കൾ വിചാരിച്ചതിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് വേറൊരു രീതിയിലേക്ക് ഇതിനെ മാറ്റരുത്. ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രാജ്യമാണ്, അതിനെ ഡെമോക്രസി എടുത്ത് കളയാം പറ്റുമോ? പറ്റില്ല. അപ്പൊ ബേസിക് സ്ട്രക്ചർ മാറിപ്പോയി.
റിപ്പബ്ലിക് എന്നുള്ള വാക്ക് എടുത്ത് കളയാം, പറ്റുമോ? പറ്റില്ല. കാരണം അത് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബേസിക് സ്ട്രക്ചർ മാറി. അപ്പൊ അങ്ങനെ ബേസിക് സ്ട്രക്ചർ മാറാതെ ഈ ആമുഖം ഉൾപ്പെടെ ഏത് ഭാഗമാണെങ്കിലും പ്രിയാമ്പിൾ നമ്മുടെ പാർലമെന്റിന് ആർട്ടിക്കിൾ 368 ഉപയോഗിച്ച് ഭേദഗതി ചെയ്യാമെന്ന് പറഞ്ഞ കേസാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. വളരെ ഫേമസ് ആയിട്ടുള്ള കേസായിരുന്നു. 7:6 എന്നുള്ള ജഡ്ജ്മെന്റ്, അതായത് 7 പേര് ഇതിന് അനുകൂലമായും 6 പേര് ഇതിന് പ്രതികൂലമായിട്ടും, അങ്ങനെ 13 ജഡ്ജസിന്റെ ഒരു വിധിയായിരുന്നു. ഏകദേശം 700+ അതിന്റെ ജഡ്ജ്മെന്റ് പേജസ് ഉണ്ടായിരുന്നു. 1973 ഏപ്രിൽ മാസം 24-ാം തീയതി, ഏതാ ഡേറ്റ്? ഏപ്രിൽ 24, 1973 ഇതിന്റെ ജഡ്ജ്മെന്റ് വരുന്നത്. ഇതിലൂടെ എന്ത് പറഞ്ഞു? ഭരണഘടനയുടെ ഭാഗമാണ് എന്ത്? നമ്മുടെ ആമുഖം. അത് വേണമെങ്കിൽ ഭേദഗതി വരുത്താം. ഏത് ആർട്ടിക്കിൾ പ്രകാരം? 368 പ്രകാരം എന്ന് പറഞ്ഞ കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. പിന്നീട് സുപ്രീം കോടതി LIC ഓഫ് ഇന്ത്യ വേഴ്സസ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ റിസർച്ച് സെന്റർ 1995 1995 LIC ഓഫ് ഇന്ത്യ വേഴ്സസ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ റിസർച്ച് സെന്റർ എന്ന് പറയുന്ന കേസിൽ, ആ കേസിൽ സാധാരണ LICയുടെ കേസ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടാവുള്ളൂ. പല പുസ്തകങ്ങളും LIC ഓഫ് ഇന്ത്യയുടെ കേസ് എന്നേ കാണുള്ളൂ. LIC ഓഫ് ഇന്ത്യ വേഴ്സസ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെന്റർ 1995 കേസിൽ സുപ്രീം കോടതി ഇത് റീഇറ്ററേറ്റ് ചെയ്തു. അതായത് ഇത് വീണ്ടും ശരിവെച്ചുകൊണ്ട് തന്നെ ശരിയാണ്, ഭരണഘടനയുടെ ഭാഗമാണ്, ഒരു ഇന്റഗ്രൽ പാർട്ട് തന്നെയാണ് നമ്മുടെ ആമുഖം എന്ന് പറഞ്ഞ കേസാണ് LICയുടെ കേസ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ഭേദഗതി വരുത്താലോ അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഭേദഗതി വരുത്താനേ. അങ്ങനെ എത്ര പ്രാവശ്യം നമ്മുടെ ആമുഖം ഭേദഗതി വരുത്തി എന്ന് ചോദിച്ചാൽ ഒരൊറ്റ പ്രാവശ്യമേ ഭേദഗതി വരുത്തിയിട്ടുള്ളൂ. 42ാം ഭരണഘടനാ ഭേദഗതി, വളരെ ബൃഹത്തായ ഭേദഗതി, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി, 42ാം ഭരണഘടനാ ഭേദഗതി 1976 ഇത് പാസ്സാക്കുന്നത്. നിലവിൽ വന്നത് 1977 ജാനുവരി മാസം 3-ാം തീയതി. വർഷം മാറിയതുകൊണ്ട് എടുത്തു പഠിക്കണ്ടേ കേട്ടോ. 1976 ഭേദഗതി, 42ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുന്നത് 1977 ജാനുവരി മാസം 3-ാം തീയതിയാണ്. ഇതിലൂടെ ഒരൊറ്റ പ്രാവശ്യം മാത്രമാണ് ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തത്. എന്തെല്ലാം ഭേദഗതി വരുത്തിയെന്ന് ചോദിച്ചാൽ ഈ വേർഡ് നമ്മൾ പഠിച്ചല്ലോ, സോഷ്യലിസം. ഈ ഒരു വേർഡ് പഠിച്ചല്ലോ, സെക്യുലാരിസം. ഇവിടെ ഒരു വേർഡ് പഠിച്ചല്ലോ, ഇന്റഗ്രിറ്റി. ഈ 3 വേർഡ്സും കൂട്ടിച്ചേർത്തു. മുമ്പ് എന്തായിരുന്നു? ഇവിടെ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നായിരുന്നു. ഈ ഭേദഗതി വന്നതോടുകൂടി അതൊക്കെ ചേർത്തു, സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നുള്ള 2 വേർഡുകളും. അതുകൂടാതെ യൂണിറ്റി ഓഫ് ദ നാഷൻ എന്നുള്ളതിന് പകരം യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദ നാഷൻ എന്നാക്കി മാറ്റി. 3 പ്രധാനമായിട്ടുള്ള 3 വാക്കുകൾ ഏതൊക്കെയാ? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി. 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു 42ാം ഭരണഘടനാ ഭേദഗതി. ക്ലിയർ ആണല്ലോ? സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത, 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. ഈ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, ഇന്ത്യയിലെ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 2 പേരും പഠിച്ചു വയ്ക്കുക. ഇന്ദിരാഗാന്ധി, ഫക്രുദ്ദീൻ അലി അഹമ്മദ്. പഠിക്കാൻ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം 1975 നമ്മുടെ അടിയന്തരാവസ്ഥ കാലത്തുള്ള പ്രധാനമന്ത്രിയും അതുപോലെ പ്രസിഡന്റുമാണ്. 1976 ഈ ഭേദഗതി വരുത്തുന്നത്. നമ്മുടെ അടിയന്തരാവസ്ഥ കാലഘട്ടമാണ്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി, ഫക്രുദ്ദീൻ അലി അഹമ്മദ് പ്രസിഡന്റുമായിരുന്നു. പഠിച്ചു വെക്കുക. ക്ലിയർ ആണല്ലോ? ഈ ദൈവനാമത്തിൽ നമ്മൾ പറഞ്ഞത്, HV കമ്മത്ത് പറഞ്ഞത് അല്ലെ? ഇനി കുറച്ച് വിശേഷങ്ങളോടും പഠിച്ചു കഴിഞ്ഞാൽ ആമുഖം തീർന്നു. എന്തൊക്കെയാ? സിമ്പിൾ ആണ്. തിരിച്ചറിയൽ കാർഡ് എന്ന് വിളിച്ചത് NA പൽക്കിവാല, നാനാ പൽക്കിവാല. നാനാ പൽക്കിവാല എന്നറിയപ്പെടുന്ന NA പൽക്കിവാല തിരിച്ചറിയൽ കാർഡ് എന്ന് വിളിച്ചു. തിരിച്ചറിയൽ കാർഡ് എന്ന് പറഞ്ഞാൽ ID കാർഡ് അല്ലെ? എന്തിനെ വിളിച്ചു? ആമുഖത്തെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിളിച്ചത് ആരെ? NA പൽക്കിവാല. പഠിക്കാൻ എളുപ്പ. ID കാർഡ് അല്ലെ? തിരിച്ചറിയൽ കാർഡ് എന്ന് പറഞ്ഞാൽ ID കാർഡ് അല്ലെ? ID കാർഡ് NA. ഇതിന് മലയാളത്തിൽ എങ്ങനെ എഴുതുക? NA അല്ലെ? എന്റെ തിരിച്ചറിയൽ കാർഡ് അല്ലെ? NA എന്ന് പറയുമ്പോ എന്താ? മൈസെൽഫ് അല്ലെ? എന്നെ എന്ന് പഠിക്കുക. അതിനുകൂടെ ID കാർഡ് എന്ന് പഠിക്കുക. എന്റെ ഡീറ്റെയിൽസ് വരുന്ന സംഭവം എന്താ? അതിനെല്ലാം ID കാർഡ് എന്ന് വിളിക്കുന്നത്. സോ ID കാർഡ് എന്ന് വിളിച്ചത് NA പൽക്കിവാലയാണ്. പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത് കീനോട്ട് എന്ന് വിളിച്ചതാ. കീനോട്ട് എന്ന് വിളിച്ചത് ആരാണ്? സർ ഏണസ്റ്റ് ബാർക്കർ ആണ്. കീനോട്ട് എന്നറിയപ്പെടുന്നത് സർ ഏണസ്റ്റ് ബാർക്കർ ആണ്. കീനോട്ട്, താക്കോൽ അല്ലെ? താക്കോൽ, കീനോട്ട്. കീ എന്ന് പറയുമ്പോ ഏണസ്റ്റ് ബാറുണ്ട്, കാറുണ്ട്. കാറിന്റെയും കീ എന്ന് പഠിച്ചു വെക്കുക. ബാറിന്റെ കീ അല്ലെങ്കിൽ കാറിന്റെ കീ. ബാർക്കർ, കീനോട്ട് എന്ന് വിളിച്ചത് ഏണസ്റ്റ് ബാർക്കർ ആണ്. ക്ലിയർ അല്ലേ? ഇനി ഇതിനെ രാഷ്ട്രീയ ജാതകം എന്ന് വിളിച്ചത് KM മുൻഷിയാണ്. രാഷ്ട്രീയ ജാതകം അല്ലെ? ഹൊറോസ്കോപ്പ് അഥവാ ജാതകം, രാഷ്ട്രീയ ജാതകം. മുൻഷി, നിങ്ങൾ മുൻഷി കാണാറുണ്ടോ? മുൻഷി അല്ലെ? മുൻഷി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ജാതകം, ഹൊറോസ്കോപ്പ് അങ്ങനത്തെ വാക്കുകളൊക്കെ ആയിട്ട് ചിലപ്പോൾ ആണെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റും അല്ലെ? സോ മുൻഷി, ജാതകം പഠിച്ചു വെക്കുക. ഇതുപോലെ തന്നെ നമ്മൾ ഠാക്കൂർദാസ് ഭാർഗവന്റെ ഒരു പോയിന്റ് പഠിച്ചല്ലോ. എന്തായിരുന്നു? ഹൃദയവും ആത്മാവും എന്ന് വിളിച്ചു അല്ലെ?
ആണ് ഹൃദയവും ആത്മാവും എന്ന് മാത്രമല്ല, പിന്നെ ഒരുപാട് വാക്കുകൾ ഉപയോഗിച്ചു. ഏതൊക്കെയാ? ആത്മാവ്, താക്കോൽ, രത്നം, അളവുകോൽ, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എന്നാ ആത്മാവ്, താക്കോൽ, രത്നം എന്തളവുകോലാന്നറിയോ? നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന ഭരണഘടനാ നിർമ്മാതാക്കളുടെ മൂല്യം അളക്കാനുള്ള അളവുകോൽ എന്നാണ് പറയുന്നത്. മൂല്യം അളക്കാനുള്ള അളവുകോലാണ് നമ്മുടെ ആമുഖം എന്ന് പറഞ്ഞത് ആരാണ്? താക്കൂർദാസ് ഭാർഗവാണ്. ഇതെല്ലാം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കാട്ടോ, അല്ലെങ്കിൽ നമ്മൾ മറന്നുപോകാൻ സാധ്യതയുണ്ട്. ഇനി അതുപോലെ തന്നെ ആത്മാവും താക്കോലും എന്ന് മാത്രം, ഇവിടെ ആത്മാവും താക്കോലും ഓൾറെഡി താക്കൂർദാസ് ഭാർഗവ് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ആത്മാവും താക്കോലും എന്ന് വിശേഷിപ്പിച്ച മറ്റൊരു വ്യക്തിയാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആത്മാവും താക്കോലും എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ആത്മാവ് എന്ന് മാത്രം വിശേഷിപ്പിച്ച വ്യക്തിയാണ് ഹിദായത്തുള്ള, എം ഹിദായത്തുള്ള. ആത്മാവ് എന്ന് വിളിച്ചത്, നമ്മുടെ ആമുഖത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് എം ഹിദായത്തുള്ളയാണ്. ഒരുപാട് പോയിന്റുകൾ പഠിച്ചു. ആമുഖം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും ഭാഗങ്ങളാണ് ആമുഖത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യത. മാക്സിമമായി എവിടെന്നാ കടമെടുത്തത്? USA നിന്നുമാണ്. ഈ ആശയം ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ കൊണ്ടുവന്ന ആരാ? BN റാവു ആണ്. നമ്മുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാ? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് എത്ര പ്രാവശ്യം, ഭരണഘടനാ ആമുഖത്തിനകത്ത് എത്ര പ്രാവശ്യം അമെന്റ്മെന്റ് നടന്നു? ഒറ്റ പ്രാവശ്യം. ഏത് ഭേദഗതി? 42ാം ഭേദഗതി. ഏത് വർഷം? 1976. അത് ഏതൊക്കെ വാക്കുകൾ കൂട്ടിച്ചേർത്തു? സെക്യുലാരിസം, സോഷ്യലിസം, സെക്യുലാരിസം, ഇന്റഗ്രിറ്റി എന്നുള്ള വാക്കുകൾ കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു വർഷം ഏതാണ്? 1949. ഡേറ്റ് ഏതാണ്? നവംബർ 26. ഇതെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാട്ടോ. ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സറിയാനുള്ള താക്കോൽ എന്ന് വിശേഷിപ്പിച്ച കേസ് ഏതാണ്? ബെർബാറി കേസ് 1960. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് റിവേഴ്സ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കാം. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.